365 ദിവസത്തെ 4 ചുമരുകൾക്കുള്ളിലെ ജീവിതത്തിൽ അള്ളാഹു കനിഞ്ഞു തരുന്ന 40 അല്ലെങ്കിൽ 45 ദിവസം. ഒരുപാട് സ്വപ്നങ്ങൾ ആ 45 ദിവസത്തിൽ ഞങ്ങൾ കാണാറുണ്ട്. മക്കളെയും കൊണ്ട് പുറത്തു പോകണം, അവർക്ക് ആഗ്രഹമുള്ളതൊക്കെ നമ്മുടെ കൈകൊണ്ട് വാങ്ങിക്കൊടുക്കണം, അവരുടെ കൂടെ കിട്ടുന്ന സമയം ചെലവിടണം. ഭർത്താവ് എവിടെയെങ്കിലും പോകുമ്പോൾ എന്നെയും കൂടെ കൊണ്ടുപോകാൻ ആഗ്രഹമുണ്ടാകും. പക്ഷേ അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ സമ്മതിക്കൂല. നീ ഒറ്റയ്ക്ക് പോകേണ്ട കാര്യമേ ഉള്ളൂ. ഒന്ന് കടൽ കാണാൻ ഞങ്ങൾ ഒരുമിച്ചിറങ്ങുമ്പോൾ ആദ്യം ചോദിക്കുന്ന എത്ര മണിക്ക് തിരിച്ചെത്തും. പോകുന്ന വഴി അവളുടെ വീട്ടിലും കയറിയിട്ട് മഗ്‌രിബിന് മുമ്പ് എത്തണം. അതാകുമ്പോൾ പിന്നെ ഒറ്റപ്പോക്ക് പോകേണ്ട കാര്യമല്ലേ ഉള്ളൂ. ഞങ്ങൾ ഒന്നിച്ച് എൻ്റെ വീട്ടിൽ പോകുന്ന കാര്യം പറഞ്ഞാൽ നീ അവിടെ നിൽക്കുമോ? ആ ചോദ്യം കേൾക്കുമ്പോൾ അദ്ദേഹം ആഗ്രഹമുണ്ടെങ്കിലും ഇല്ല എന്നേ പറയാറുള്ളൂ. മാതാപിതാക്കളെ ഉറപ്പിക്കേണ്ട, അവർ പറയുന്നത് പോലെ നടക്കട്ടെ, നമുക്ക് അള്ളാഹു എല്ലാം നടത്തി തരുമെന്ന്. ഒരു യാത്ര പോകുന്നതിനെക്കുറിച്ച് പറയുമ്പോൾ ഞങ്ങളെ മാത്രമായി വിടാൻ താല്പര്യം കാണിക്കാറില്ല. കുട്ടികളുമായി പോകൽ ബുദ്ധിമുട്ടാണ്, പോകാനുള്ള സ്വന്തമായി വാഹന സൗകര്യമില്ല, അങ്ങനെ ഓരോ കാരണങ്ങൾ പറയും. എന്നാൽ എല്ലാ മക്കളും ഒന്നിച്ച് അവരുടെ കുടുംബവും ഒന്നിച്ച് ഉമ്മയായി പോകുന്നതിൽ അവർക്ക് നല്ല താല്പര്യമാണ്. ഞങ്ങൾ മാത്രമായി പോകുന്നതിനെ എതിർക്കും. അദ്ദേഹം ഇല്ലാത്ത സമയത്ത് എൻ്റെ വീട്ടിൽ പോകാനുള്ള അനുവാദം കിട്ടൽ ഒരു ഓഫീസിൽ നിന്ന് അനുവാദം കിട്ടുന്നതുപോലെ വലിയ കാത്തിരിപ്പാണ്. ചോദിക്കാനുള്ള ഭയവും, ചോദിച്ചാൽ പോകുന്നുള്ള കാര്യങ്ങൾ വിശദീകരിക്കലും. അവസാനം സമാധാനത്തോടെ 1-2 ദിവസത്തേക്ക് പോയി വരാൻ പറ്റില്ല. സ്വന്തം മാതാപിതാക്കളെ കാണാൻ പോകൽ ഭർത്താവിൻ്റെ മാതാപിതാക്കളുടെ തൃപ്തി തേടേണ്ട അവസ്ഥയാണ് ഇന്ന് എനിക്ക്. കൂടുതൽ കടപ്പാട് എൻ്റെ മാതാപിതാക്കളോടല്ലേ? ചില അവസ്ഥകൾക്ക് മുന്നിൽ നിസ്സഹായത മാത്രമാണ്. ഇന്നലി സൗജിക്ക അലൈക്ക ഹക്ക എന്ന് പറയുന്നുണ്ടല്ലോ. ഈ കടമ എന്ന് പറയുമ്പോൾ നമുക്ക് അള്ളാഹുവോട് കടമല്ലേ? അപ്പൊ അള്ളാഹുവോട് കടമുണ്ട് എന്ന് വിചാരിച്ചിട്ട് നമ്മൾ മാതാപിതാക്കളുടെ കടമ നിർവഹിക്കാതൊക്കെ ഉണ്ടോ? സൃഷ്ടാവിനോടും കടമുണ്ട്, സൃഷ്ടിയോടും കടമുണ്ട്. അതേപോലെ ഒരു കടമ ആരോടുണ്ട്? ഭാര്യയോടില്ലേ? അപ്പോൾ ഭാര്യയോടുള്ള കടമ നിർവഹിക്കാൻ അനുവദിക്കുന്നില്ല എന്നത് ആ കടമകളെ നിഷേധിക്കുവാനുള്ള ഒരു കാരണമാണ്. അപ്പൊ ഇതൊരു പ്രവാസിക്ക് മാത്രമല്ല പ്രശ്നമല്ല. വിവാഹം കഴിഞ്ഞ എല്ലാവരും എന്താണ്, അവരുടെ ജീവിത സന്തോഷങ്ങൾക്ക് വേണ്ടി വാപ്പൻ്റെയും ഉമ്മൻ്റെയും സമ്മതപത്രം കിട്ടേണ്ടി വരുന്ന ഒരവസ്ഥ വളരെ ഭയാനകമാണ്. ഒരു പ്രായപൂർത്തിയായ ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ സ്വതന്ത്രനല്ലേ? വാപ്പയ്ക്കും ഉമ്മക്കും ദോഷം വരുന്ന കാര്യങ്ങളെ മാത്രമല്ലേ വാപ്പനും ഉമ്മനെയും നമ്മൾ പരിഗണിക്കേണ്ടതുള്ളൂ. അതല്ലാതെ ഇപ്പോൾ നിങ്ങൾ ജോലിക്ക് പോണതും ജോലി സ്ഥലത്ത് നിന്ന് വേറൊരു സംഗതിക്ക് പോണതും അവിടെ നിന്ന് വേറൊരു കച്ചവടം തുടങ്ങണതും ഇത് മുഴുവനും നമ്മൾ വാപ്പൻ്റെ ഇമ്മൻ്റെ സമ്മതം നോക്കിയിട്ട് നമ്മളെ ജീവിതത്തിൽ നമ്മൾ ചെയ്യണത്. അവർക്ക് ദോഷകരമായ കാര്യങ്ങളും അവർ പറഞ്ഞതിന് എതിരെ പ്രവർത്തിക്കുന്നതും മാത്രം ആലോചിച്ചാൽ മതി. ഇപ്പം ഈ വിവാഹം കഴിച്ചവരൊന്നും എന്ത് ചെയ്യരുത്, ഭാര്യയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് എന്തുണ്ട്, ഒരിക്കലും വാപ്പൻ്റെ ഇമ്മൻ്റെ സമ്മതം കാത്തു നിൽക്കരുത്. അവർ കാര്യങ്ങളൊക്കെ നിർവഹിച്ചു കൊടുക്കുക. വാപ്പൻ ആശുപത്രി ഒക്കെ ഭാര്യയ്ക്ക് ഭാര്യൻ്റെതായ ചില പ്രൈവസികളും സ്വകാര്യത അതൊക്കെ നിർവഹിക്കാൻ എന്ത് ചെയ്യണം, അവരൊപ്പം നിൽക്കണം. ഇപ്പം എൻ്റെ വൈഫിൻ്റെ വീട്ടിലേക്കൊന്ന് പോകണമെന്നുണ്ടെങ്കിൽ വാപ്പി ഇമ്മി സമയം നിശ്ചയിച്ച് തന്നത് അത് ഉച്ച വരെ അവിടെ നിന്നാൽ മതി, അല്ലെങ്കിൽ 4 മണി വരെ നിന്നാൽ മതി, പോയാൽ അപ്പം തന്നെ പോരണം. ഇതൊക്കെ എന്ത് കാര്യമാണ്? ഇതൊക്കെ നമ്മൾ വെറുതെ ഒരു ഭയത്തിൻ്റെ പേര് അനുവദിച്ചു കൊടുക്കുന്നതാണ്. ഇതൊന്നും മാതാപിതാക്കളെ ധിക്കരിക്കലാകും, അവർ വെറുപ്പിക്കലാകും എന്നൊന്നും ചിന്തിക്കേണ്ട കാര്യം ഇതിലില്ല. അവർക്ക് ചെയ്ത കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്തിട്ട് എന്ത് ചെയ്യുക, നമ്മൾ സ്വന്തം ഇവിടത്തുനിന്ന് പോകാണ്ട് ഒന്ന് പോയി വരാനുണ്ട്, ചെറിയൊരു ആവശ്യമുണ്ട് എന്ന് പറയാം. ഇനിയിപ്പോൾ ഇനിയിപ്പോൾ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആൾക്കാരാണെങ്കിൽ എന്താ വെച്ചാൽ നമുക്ക് എന്തെങ്കിലും വല്ല മെഡിസിനോ കാര്യങ്ങളോ വാങ്ങുകയാണെങ്കിൽ ഒക്കെ ഒരു മരുന്ന് വാങ്ങി കൊടുക്കാണ്ട് നമ്മൾ ഇവിടെ നിന്ന് പോയിട്ട് പറയാം. മരുന്ന് വാങ്ങാണ്ടാണ് സമയത്താണ് പറയുക. പിന്നെ നമ്മുടെ ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഭാര്യ. ഈ മാതാപിതാക്കൾ മനസ്സിലാക്കണം, ഒരിക്കലും ഇത് തടസ്സപ്പെടുത്താൻ പാടില്ല. ഗുരുതരമായ തെറ്റാണ്. പ്രത്യേകിച്ച് പ്രവാസികളൊക്കെ അവിടുന്ന് ഇവിടെ വന്ന് കഴിഞ്ഞാൽ ഈ കുടുംബത്തിന് വേണ്ടി മുഴുവൻ അധ്വാനിക്കുന്ന ഒരാളാണ്. ഇവളെ സുഖമാണെങ്കിൽ ഇവർ വേണ്ടാച്ചോട്ടെ, അവൻ്റെ സുഖം ആലോചിക്കണ്ടേ? ഇവരെ മകനല്ലേ ഇപ്പൊ ഗൾഫിൽ നിന്ന് 1 മാസത്തേക്ക് വന്നിട്ടുള്ളത് അല്ലേ? അവൻ്റെ ഭാര്യനെ കിട്ടുന്ന അപൂർവമായ ദിവസങ്ങളല്ലേ ഇത്? അത് അവന് കിട്ടണം എന്ന് ആഗ്രഹിക്കണ്ടേ? അവൻ്റെ കൂടെ പോകുമ്പോൾ ഇവൾക്കൊരു സുഖവും സന്തോഷം ഉണ്ടാവും എന്നുള്ളത് മാത്രം ആലോചിക്കേണ്ട കാര്യമുണ്ടോ? അവന് കിട്ടുന്ന സന്തോഷത്തെക്കുറിച്ച് ആലോചിച്ചിട്ട് അനുവദിച്ചോട്ടെ. അതാലോചിക്കണ്ടേ? തങ്ങളുടെ കുടുംബത്തിനും തങ്ങളുടെ ജീവിതത്തിനും വേണ്ടി ഗൾഫിൽ കഷ്ടപ്പെട്ട് വർഷങ്ങളോട് നിൽക്കുന്ന ഒരാൾ 1 മാസം നാട്ടിൽ വരുമ്പോൾ അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും അവിടുന്ന് നിർവഹിക്കാൻ പറ്റാത്ത ചില കാര്യങ്ങൾ നിർവഹിക്കാനല്ല ഇവിടെ വരുന്നത്. കുട്ടികളോട് പരമാവധി സമയം കുട്ടികളുടെ കൂടെ കഴിച്ചു കൂട്ടാൻ. അപ്പം കുട്ടികളുടെ ഒപ്പം വേണ്ടേ? അവർക്ക് വാപ്പനെ ഒറ്റയ്ക്ക് കിട്ടണ്ടേ? വാപ്പനും ഇമ്മനും ഒന്നിച്ച് കിട്ടണ്ടേ?
അതിനവർക്ക് പുറത്ത് പോകണ്ടേ? അതിനൊക്കെയുള്ള അവസരങ്ങൾ എന്ത് ചെയ്യണം? അനുവദിച്ചു കൊടുക്കാൻ ഇവർ തയ്യാറാവണം. പിന്നെ ഭർത്താക്കന്മാർ ആലോചിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഭാര്യയ്ക്ക് കിട്ടേണ്ട ചില അവകാശങ്ങളുണ്ട്, അത് കൊടുക്കുക. അപ്പോൾ പൊതുവെ എന്താ വെച്ചാൽ ഒരു മാസത്തേക്ക് വന്നാൽ പനിമാൻ്റെ ഒപ്പം പോവുക, ഓലപ്പം ഇരിക്കുക, ഭാര്യയുടെ ഒപ്പം പോവുക, ഒക്കെ കൺഫ്യൂഷനാണ്. എന്തിനാ കൺഫ്യൂഷൻ്റെ ആവശ്യം? അതായത് എന്താണെന്ന് വിചാരിച്ചാൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു പകൽ സമയങ്ങളിൽ നമ്മുടെ ഉമ്മിൻ്റെ കൂടെ ഉണ്ടല്ലോ, ഒരു 9 മണിയായി നമ്മുടെ റൂമിൽ കയറുന്നു. അപ്പോൾ ഒരു മാസത്തേക്ക് വന്നാൽ എന്ത് ചെയ്യണം? രാത്രി സമയം കറക്റ്റ് സമയത്ത് വീട്ടിലെത്തുക എന്നുള്ള ഒരു കണിശത പാലിച്ചാൽ മതി. എന്നാൽ ആ സമയം ആർക്ക് കിട്ടി? വൈഫിന് കിട്ടി. ഇത് ഈ രാത്രി സമയം എന്ത് ചെയ്യും? വർത്തമാനം പറഞ്ഞിരിക്കും 12 മണി 1 മണി വരെ, എന്നിട്ട് പോയിട്ട് തളർന്നുറങ്ങും. എന്നിട്ട് വൈഫ് രാവിലെ എഴുന്നേറ്റ് ജോലി ചെയ്യാൻ തുടങ്ങുമ്പോൾ വീണ്ടും ഇയാൾ ഉറങ്ങും 10 മണി വരെ. അത് കഴിഞ്ഞാൽ പിന്നെ വീട്ടിലെ ആളുകൾക്ക് മൊത്തമായ സമയം കൊടുക്കും. അപ്പോൾ ഒരു ദിവസത്തിൻ്റെ പകുതി ആർക്ക് കിട്ടണം? വൈഫിനും കുട്ടികൾക്കും കിട്ടണം. അതെന്ത് ചെയ്യും? അവർക്കൊരു ബെഡ്റൂമില്ലേ, ആ ബെഡ്റൂമിലേക്ക് ആ സമയത്ത് എത്തുക എന്നുള്ളതാണ് അതിൻ്റെ പരിഹാരം. എന്നാൽ എന്ത് ചെയ്യും? ആ സ്വകാര്യതകളൊക്കെ നിർവഹിക്കപ്പെടും. പിന്നെ പുറത്ത് പോകണമെന്നുണ്ടെങ്കിൽ എന്താണെന്ന് വിചാരിച്ചാൽ പുറത്ത് പോവാം. പുറത്ത് പോകുമ്പോൾ എന്ത് ചെയ്യണം? വാപ്പനേറ്റും ഉമ്മനേറ്റും രാവിലെ പോയി വൈകുന്നേരം ഭാര്യനേറ്റ് ഇറങ്ങി. ഭാര്യനേറ്റ് ഇറങ്ങണതിൻ്റെ മുന്നേ വാപ്പനേറ്റും ഉമ്മനേറ്റ് ഒരു പോക്ക് പോകണം. മങ്ങൾക്കൊന്നും അവിടെ പോകാണ്ടോന്ന് ചോദിക്കുക, ജസ്റ്റ് ടോയ്ലറ്റ് പോയിട്ട് വരിക. വൈകുന്നേരം എന്താ വെച്ചാൽ ഓക്കൊന്ന് പുറത്ത് പോകണമെന്ന് പറഞ്ഞിരുന്നു, അപ്പോൾ നിങ്ങൾക്ക് പോകണമെങ്കിൽ പോയിട്ട് വന്നിട്ട് ഞങ്ങൾ പോയിക്കോളാന്ന് പറയാം. ഇതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണ്ടേ? വാപ്പാൻ്റെ ഒപ്പം ഉമ്മാൻ്റെ ഒപ്പം പോകണം എന്നുള്ളത് വൈഫിനോടുള്ള കടമ നിർവഹിക്കാൻ തടസ്സപ്പെടുത്താൻ പാടില്ല.